സദസ്സിനും വേദിയിലിരിക്കുന്ന മുഖ്യ വ്യക്തികൾക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടു വാക്ക് സംസാരിക്കുന്നു. ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു പ്രാസംഗികനല്ല. ഇത്രയും മഹത്തായ ഒരു സന്ദർഭം പുതിയ ഖാസിയുടെ സ്ഥാനാരോഹണം ഈ അവസരത്തിൽ ഇവിടെ പങ്കെടുക്കുവാൻ സാധിച്ചത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ പൊതുരംഗത്ത് ഉള്ള ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് അല്പസ്വല്പം സംസാരിക്കുന്നതിൽ വല്ല തെറ്റുകളും വരികയാണെങ്കിൽ ക്ഷമിക്കണമെന്ന് ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മതസൗഹാർദ്ദം നിലനിർത്താൻ ഈ ഒരു പള്ളി കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഞാൻ എന്നെ പരിചയപ്പെടുത്തിട്ട് ഞാൻ സാമൂഹിക വംശത്തിലെ 3ാം സ്ഥാനിയായ വ്യക്തിയാണ് PK കേരളവർമ്മ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ സാമൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി 2 വാക്ക് സംസാരിക്കാൻ നിങ്ങളെ എല്ലാവരും കണ്ട് സന്തോഷിക്കാനും വേണ്ടി മാത്രം ഈ സ്റ്റേജിൻ്റെ മുകളിൽ ഞാൻ ഇപ്പോൾ നിൽക്കുകയാണ് ഒരു നിയോഗമായിട്ട്. നമ്മളുടെ കുടുംബം, അതായത് സാമൂതിരി കുടുംബം, പണ്ട് മുതലേ മുസ്ലിം സമുദായത്തിലെ വ്യക്തികളെ പലതരത്തിലും ഇടപെടുത്തി അവരുടെ സഹായങ്ങളും നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. മുഖ്യമായും സ്വത്ത് കാര്യങ്ങൾ, ഭൂമി സൗകര്യങ്ങൾ, തിരൂര് ആ ഭാഗത്ത്, അതുപോലെ തന്നെ കുറ്റിപ്പുറം, അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ സ്വത്തുകൾ വ്യാപിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ പല ഭാഗങ്ങളിലും ആ സ്വത്ത് കാര്യങ്ങളുടെ സംരക്ഷണവും നടത്തിപ്പും ഏൽപ്പിച്ചു കൊടുത്തത് മുസ്ലിം സമുദായത്തിലെ പല വ്യക്തികൾക്കുമായിട്ടായിരുന്നു. നിസ്വാർത്ഥമായി കൃത്യമായി ഈ ഗവൺമെൻറ്റിൻ്റെ പാട്ടം നിർത്തുന്ന അവസ്ഥ വരയ്ക്കും അവർ പെരുമാറിയിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയാൻ ഉള്ള ഒരു സംഗതിയാണ്. ഇതിനു പുറമെ മതസൗഹാർദ്ദം നിലനിർത്താനും പുണ്യകർമ്മങ്ങൾക്ക് പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങളും ഈ പള്ളി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ധാരണ. കോഴിക്കോടിൻ്റെ ചരിത്രം പറയേണ്ട കാര്യമില്ല. ഇവിടെ മുൻ പ്രാസംഗികന്മാർ നമ്മളെ സാമൂതിരി കുടുംബത്തിനും പറ്റിയിട്ടും അവരുടെ മതസൗഹാർദ്ദത്തിനും പെരുമാറ്റത്തിനും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഇത്രയും വലിയ ഒരു സദസ്സിൻ്റെ മുന്നിൽ എനിക്ക് അല്പസമയം ഇവിടെ സംസാരിക്കാൻ അവസരം തന്നതിൽ കമ്മിറ്റിയോടും പുതിയതായി ചാർജ് എടുക്കുന്ന ഖാസിക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.